ഡൽഹിയിലെ സ്റ്റുഡൻസിന്റെ പ്രതിഷേധത്തിന്റെ വിജയത്തിനെ തുടർന്ന് ഇവിടെ കേരളത്തിൽ ജാൻമണി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുടെ പിതാവായ ദാമോദർ ദാസിനെയും കുടുംബത്തെയും കുറിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജാൻമണി രംഗത്ത് വന്നത്. പക്ഷേ വീഡിയോ പുറത്തുവന്നതോടുകൂടി സംഗതി പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കൈവിട്ടുപോയി എന്ന അവസ്ഥയാണ് ഇപ്പോൾ ജാൻമണിക്ക്. ഇതിനെതിരെ ഇപ്പോഴിതാ ജാൻമണിക്കെതിരെ പരാതി നൽകുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് BJP അനുയായികൾ പറയുന്നത്. സംഗതി കൈവിട്ടു പോയതോടുകൂടി ഇപ്പോഴിതാ ക്ഷമാപണം നടത്തി നല്ല വെള്ള ചമഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജാൻമണി. എന്റെ ഒരു വീഡിയോ ഭയങ്കര പ്രശ്നമായി പോയെന്നും സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല, മീഡിയ ചോദിച്ചപ്പോൾ സംസാരിച്ചതാണെന്നും ചിലപ്പോൾ ഞാൻ മലയാളം പറയുന്നത് ശരിയാകാത്തത് കാരണം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയതാണ് എന്ന തരത്തിലാണ് ജാൻമണിയുടെ വിശദീകരണം. രാവിലെ മുതലേ തനിക്ക് കുറെ ഭീഷണി കോളുകളും മെസ്സേജുകളും വന്നപ്പോൾ കാര്യം മനസ്സിലായില്ല. എന്റെ ചില സുഹൃത്തുക്കൾ വിളിച്ച് അത് വലിയ പ്രശ്നമായെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്താണ് അതിന്റെ സംഗതി എന്ന് പിടികിട്ടുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് തന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജാൻമണി. പക്ഷേ ഇത്രയും അധികം ബോധപൂർവമായ ഇത്രയും പ്രായമായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ധൈര്യമുണ്ടാവുന്നത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.